ഹായ് കൂട്ടുകാരെ, നമ്മളെ അടിസ്ഥാന പാഠാവലിയാണ്. അതിൽ സ്വന്തം ഭാഷ എന്ന തെന്നാലിരാമൻ്റെ കഥ നമ്മൾ കേട്ടു. ഇപ്പോൾ യൂണിറ്റിലെ ആദ്യത്തെ പാഠം മാതൃഭാഷ നമ്മെ ചേർത്തു നിർത്തുന്നു. അത് പി പവിത്രനാണ് ഈ ലേഖനം എഴുതിയത്. സാഹിത്യ വിചാരകനും പ്രഭാഷകനും ഭാഷ, സംസ്കാരം, മനുഷ്യത്വം തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ട് ധാരാളം ലേഖനങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു ലേഖനമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. വള്ളത്തോളിൻ്റെ വരികൾ നമുക്കറിയാം അല്ലേ? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാരാണ്. മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. സ്വന്തം അമ്മ നമ്മളെ ഭാഷ തന്നെയാണ്. ബാക്കിയുള്ള ഭാഷകളൊക്കെ കേവലം ധാത്രിമാരാണ്. പോറ്റമ്മ വളർത്തമ്മയാണെന്ന് പറയുന്ന വള്ളത്തോളിൻ്റെ കൃതി നമുക്കറിയാം, വരികൾ നമുക്കറിയാം. അത് തന്നെയാണ്, ആ ആശയം തന്നെയാണ് പി പവിത്രനും മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. മാതൃഭാഷയിൽ കൂടിയാണ് നാം തൊട്ടടുത്ത് കിടക്കുന്ന പ്രകൃതിയെയും സമൂഹത്തെയും അറിയുന്നത്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ അമ്മയിൽ നിന്ന് അറിയുന്നത് മാതൃഭാഷയിലൂടെയാണ് അല്ലേ? ഇപ്പം അമ്മ അമ്പിളിമാമൻ, നമ്മുടെ ചെറുപ്പത്തിൽ അമ്പിളിമാമനെ കാണിച്ചു കൊടുക്കും. അത് പ്രകൃതിയാണ്. അമ്പിളിമാമനെ അറിയുന്നത്, സൂര്യനെ അറിയുന്നത്, നക്ഷത്രങ്ങളെ അറിയുന്നത്, പ്രകൃതിയെയും ചുറ്റുപാടുകളെയും അറിയുന്നത് മാതൃഭാഷയിലാണ്. കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സ്പർശിക്കുന്നതിനെയും നോക്കുന്നതിനെയും രുചിക്കുന്നതിനെയും നാം കുട്ടിക്കാലത്ത് പേരിട്ട് വിളിച്ച് മനസ്സിലാക്കുന്നു. നമ്മൾ അനുഭവിക്കുന്ന കാണുന്നത്, കേൾക്കുന്നത്, സ്പർശിക്കുന്നത്, രുചിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഓരോന്നും പേരിട്ട് വിളിക്കുന്നു. ഇപ്പം അവിടെ വസ്തുക്കളുടെ ആശയം മാത്രമല്ല, അവയുടെ അനുഭവം കൂടി നാം അറിയുന്നുണ്ട്. അതായത് നമ്മളിപ്പം പപ്പടം എന്ന് പറയുകയാണെങ്കിൽ ആ പപ്പടം നമുക്ക് അത് നമ്മളുടെ ആ മനസ്സിൽ ആ രൂപം എത്തുന്നു, അതിൻ്റെ സ്വാദ് എത്തുന്നു. അത് നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോഴുള്ള ആ ശബ്ദം പോലും നമ്മളിലേക്ക് വരുന്നു. അപ്പം നമുക്ക് ആ പദം കേൾക്കുമ്പോൾ നമുക്ക് ആ അനുഭവം കൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ മാതൃഭാഷയ്ക്ക് സാധിക്കുന്നുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ശരീരം മാത്രമല്ല, അമ്മയോടുള്ള സ്നേഹബന്ധം കൂടി ആ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അമ്മേനെ അമ്മ എന്ന ആ ഒരു പദത്തിന് നമ്മൾ അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അമ്മയുടെ സ്നേഹം, അമ്മയുടെ ഗന്ധം, അമ്മയുടെ എല്ലാ ചിന്തകളും അമ്മ എന്ന ആ ഒരു പദത്തിലൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ ഈ മാതൃഭാഷയ്ക്ക് സാധിക്കുന്നുണ്ട്. മാതൃഭാഷയിലെ വാക്കിൽ അർത്ഥം മാത്രമല്ല ഭാവവും കൂടിയുണ്ട്. അതാണ് ഇപ്പം അമ്മ എന്ന് പറഞ്ഞാൽ ആ ഒരു മാതൃഭാഷയിൽ, അമ്മ എന്ന മലയാളത്തിലുള്ള മാതൃഭാഷയിൽ ആ ഒരു പദത്തിൽ നമുക്ക് ഭാവം കൂടിയുണ്ട്. അമ്മയുടെ സ്നേഹം, അമ്മയുടെ എല്ലാ വികാരങ്ങളും നമുക്ക് അഭാവം കൂടി ആ പദത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയും നിലാവ് എന്ന് കേൾക്കുമ്പോൾ കുളിർമയും അനുഭവപ്പെടുന്നു. നമുക്കറിയാം അല്ലേ? ഇടി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പേടിയാണ് അല്ലേ? ഇടി എപ്പോഴും ഇടിവെട്ടിയതും മിന്നൽ വരുന്നതും. അപ്പം നമ്മൾ എപ്പോഴും ഭയത്തോടു കൂടിയേ കാണാം. അപ്പം ഇടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പേടി, അത് ജനിപ്പിക്കാൻ ആ മാതൃഭാഷയ്ക്ക് സാധിക്കുന്നുണ്ട്. അതേപോലെ നിലാവ് എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ ആ കുളിർമയുള്ള ആ ഒരു ഊഷ്മളമായ ഒരു ഫീലിംഗ് നമ്മളിലേക്ക് കൊണ്ടുവരാൻ നിലാവിനും സാധിക്കുന്നുണ്ട്. അനുഭൂതി ലോകവുമായി ചേർന്ന് നിൽക്കുന്നത് മാതൃഭാഷയാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ മാതൃഭാഷയാണ് ഇത്തരം പ്രകൃതിയിലുള്ള സാധനങ്ങളെ നമുക്ക് ആദ്യമായി നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുക, അനുഭൂതി നമ്മളിലേക്ക് ഉണ്ടാക്കുക, ആ അനുഭവം ഉണ്ടാക്കുന്ന രീതിയിൽ. അപ്പം ഇടി എന്നതിൻ്റെ ഭയം, നിലാവിൻ്റെ കുളിർമയും ആ അനുഭൂതി നമ്മളിലേക്ക് എത്തിക്കാൻ മാതൃഭാഷയ്ക്ക് സാധിക്കുന്നുണ്ട്. മറ്റു ഭാഷകളെക്കാൾ മാതൃഭാഷയ്ക്കാണ് അതിന് സാധിക്കുക. വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അവ ഏറ്റവും ആഴത്തിൽ പതിയുന്ന ഭാഷയിൽ തന്നെ വേണം. നമ്മുടെ ശരിയായ ഫീലിംഗ്, നമുക്കിപ്പോൾ ഭയങ്കര സങ്കടം വന്നു, നമ്മൾ സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാൻ, അല്ലെ സന്തോഷം അത് അതിൻ്റേതായ രീതിയിൽ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ മാതൃഭാഷ തന്നെയാണ് ആവശ്യമുള്ളത്. ഏത് കൃത്രിമമായ ഇതര ഭാഷാന്തരീക്ഷത്തിലും
തലയിൽ ഒരു തേങ്ങ വന്ന് വീണാൽ നാം നിലവിളിക്കുന്നത് മാതൃഭാഷയിലായിരിക്കും. നമ്മൾ ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയിലെത്തി കൃത്രിമ ഭാഷാന്തരീക്ഷം, അവിടെ ഇംഗ്ലീഷോ ഫ്രഞ്ചോ ജർമ്മനോ ഏതെങ്കിലും ഭാഷയായിരിക്കാം സംസാരിക്കുന്നത്. അവിടെ തേങ്ങയില്ല, ഇനി അവിടെയുള്ള വേറെ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ തലയിൽ വീഴുവാണ് എങ്കിൽ നമ്മൾ ഉടനെ വിളിക്കുന്നത്, അമ്മേ എന്ന് വിളിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിലായിരിക്കാം. ഇവിടെ ഉദാഹരണമായിട്ട് തേങ്ങ തലയിൽ വീണാലെന്ന് പറഞ്ഞു. അത് ഇനിയിപ്പം ഇന്ത്യക്കകത്തുള്ള സ്ഥലങ്ങളിലായാലും, ഇനിയിപ്പോൾ അല്ല മറ്റ് ഭാഷ സംസാരിക്കുന്ന വേറെ രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ പോലും അവിടെ പേടിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ മനുഷ്യൻ ആദ്യമായി വിളിക്കുക അവൻ്റെ മാതൃഭാഷയിലായിരിക്കും. അത് അറിവിനെ അനുഭൂതിയാക്കി മാറ്റുന്നു. നമ്മുടെ അറിവിനെ അതൊരു ഫീൽ ചെയ്യുക, അനുഭവിക്കുന്ന രീതിയിലേക്കാക്കി മാറ്റാൻ മാതൃഭാഷയ്ക്ക് സാധിക്കും. നമ്മുടെ ഭാവനാപരമായ ജീവിതം നൽകുന്നത് ഭാഷയും സാഹിത്യവുമാണ്. സാഹിത്യം ഇങ്ങനെ അനുഭവത്തെ പലതാക്കി പെരുക്കുന്നു. അതായത് ഭാഷയ്ക്കാണ്, മാതൃഭാഷയ്ക്കാണ് ഭാവന, നമുക്കൊരു സാങ്കല്പികമായിട്ട് ജീവിതം ഉണ്ടാക്കിത്തരാൻ, ഭാവനയിൽ കൂടെ എല്ലാം കാണാൻ അതിന് സഹായിക്കുന്നത് ഭാഷയും സാഹിത്യവുമാണ്. മറ്റ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിൽ സത്യങ്ങളാണ്. അപ്പോൾ സാഹിത്യം എന്ന് വെച്ചാൽ അതിൽ നമുക്ക് നമ്മുടേതായ അംശങ്ങൾ, നമ്മുടെ ഭാവന ലോകത്തിൻ്റെ വികാസം അതിൽ ഉൾപ്പെടുത്താം. നമുക്ക് ഏത് രീതിയിൽ വേണേലും ചിന്തിച്ച് അതിനെ മനോഹരമാക്കി മാറ്റാൻ സാധിക്കും. അതിന് സഹായിക്കുന്നത് എന്താണ്? ഭാഷയും സാഹിത്യവുമാണ്. സാഹിത്യം ഇങ്ങനെ ഒരനുഭവത്തെ പലതാക്കി പെരുക്കുന്നു. സാഹിത്യം എന്താണ്? നമ്മുടെ അനുഭവങ്ങളെ പെരുക്കുക എന്ന് വെച്ചാൽ ഇരട്ടിപ്പിച്ച് കാണിക്കാൻ സഹായിക്കുന്നത് എന്താണ്? ഭാഷയാണ്. അടുത്ത പേജിൽ, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചറിയുന്ന ലോകത്തെ മാത്രമല്ല, നമ്മുടെ മുന്നിലില്ലാത്ത ലോകത്തെയും ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നു. നമ്മളെല്ലാം പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടാണ് നമ്മൾ അനുഭവിച്ചറിയുന്നത്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നീ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്കത് സ്പർശിച്ചിട്ടും കേട്ടിട്ടും മണത്തിട്ടും തൊട്ടിട്ടും ഒക്കെ നമുക്കറിയുന്നു. പക്ഷേ എന്താണ്, പഞ്ചേന്ദ്രിയം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റാത്ത, മുന്നിലില്ലാത്ത, നമ്മൾ കാണുന്ന ലോകത്തെ, അറിയുന്ന ലോകത്തെ, അതൊക്കെ നമ്മൾക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയാൻ പറ്റും. പക്ഷേ നമ്മൾ കാണാത്ത ലോകത്തെ പോലും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ മുന്നിലില്ലാത്ത ലോകത്തെയും ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നു. അതായത് നമ്മൾ ഭാഷയും സാഹിത്യവും എന്തിനാണ്? നമ്മൾ കണ്ട കാര്യങ്ങൾ മാത്രമല്ല, കാണാത്ത കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഈ ഭാഷയ്ക്കും സാഹിത്യത്തിനും സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ടീച്ചർ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ വായിച്ചത്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അത് ഇന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് ട്രാവലേഴ്സ് പലതരം വ്ളോഗുകളിലൂടെയും പല സ്ഥലത്ത് പോയിട്ട് നമ്മൾ ജർമ്മനിയും മറ്റ് സ്ഥലങ്ങളും ആംസ്റ്റർഡാമും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് മുന്നേ ടീച്ചർ അത് വായിക്കുന്ന സമയത്ത് ഈ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടേയില്ല. അപ്പോൾ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പിലൂടെ ആ ലോകം, ആ വാക്കുകളിലൂടെ ടീച്ചറുടേതായ ഒരു ലോകം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീല് നമ്മളിലേക്ക് ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കെന്താ കാണാൻ, നമ്മൾ ജർമ്മനിയുടെ പല ഭാഗങ്ങളും പല യാത്രാ വിവരണങ്ങളിലൂടെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ടീച്ചർ അത് കണ്ടിരുന്ന സമയത്ത് ടീച്ചർ ആ സ്ഥലങ്ങളൊന്നും ഒരു വീഡിയോയിൽ പോലും കാണാത്ത സ്ഥലങ്ങളാണ്. അപ്പം അത് ഒരു എക്സാമ്പിളായിട്ട് ടീച്ചർ പറയുകയാണ്, നമ്മൾ കാണാത്ത ലോകം പോലും നമ്മുടെ ഭാവനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ മുന്നിലില്ലാത്ത ലോകത്തെയും ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നു. പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴയില്ലാത്തിടത്തും പുഴ അനുഭവം ഉണ്ടാകുന്നു. പുഴ എന്ന് പറയുമ്പോൾ, പുഴ ഇല്ലെങ്കിലും പുഴ കണ്ട ഒരാൾക്ക് അത് അറിയാം, പുഴയെ കുറിച്ചുള്ള ഫീൽ ഉണ്ടാവുന്നു. പുഴ എന്താണ്, അതിൻ്റെ തണുപ്പ്, അതിൻ്റെ ഒഴുക്ക്, അതൊക്കെ അവർ കണ്ട പല പുഴകളും നമ്മുടെ മനസ്സിൽ, ഓരോരോ ആളിലും വ്യത്യസ്തമായ അവർ കണ്ട പുഴകളായിരിക്കും അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി എന്ന കവിതാഭാഗം ആസ്വദിക്കാൻ മുന്നിൽ പുഴ വേണമെന്നില്ല.
ഈ ഒരു കവിത കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി, നമ്മളൊരു കൺഫ്യൂഷനിൽ പെട്ടു. കുഴങ്ങി എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രയോഗത്തിലൂടെ പറയുമ്പോൾ നമുക്ക് പുഴ എന്നത് നമ്മൾ കാണണ്ട, കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് ആ പുഴയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ആ അനുഭവം നൽകുന്ന മാതൃഭാഷയിലെ പുഴ എന്ന വാക്ക് അറിഞ്ഞാൽ മതി. മാതൃഭാഷയിൽ നമ്മൾ പുഴ എന്ന വാക്ക് അറിയുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥവും അനുഭവവും ഗ്രഹിക്കാൻ സാധിക്കും. ലാസ്റ്റ് പാരഗ്രാഫിൽ പ്രകൃതിയിൽ ഉള്ള വസ്തുക്കളുടെ ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ ശേഷി വേണം ഇല്ലാത്തതിനെ ഭാവന ചെയ്യാൻ. അതായത് പ്രകൃതിയിൽ ഉള്ള ഒരു സാധനത്തെക്കുറിച്ച് നമുക്ക് കാണാൻ, അതിൻ്റെ ബന്ധം കണ്ടെത്താൻ നമുക്ക് പ്രത്യേകിച്ച് കഴിവ് വേണ്ട. അത് പ്രകൃതിയിൽ ഓൾറെഡി ഉണ്ട്. ആ ഉള്ളതിനെ കുറിച്ച് നമുക്ക് അതിൻ്റെ ബന്ധം, വസ്തുക്കളുടെ ബന്ധം കണ്ടെത്താൻ നമുക്ക് പ്രത്യേകിച്ചൊരു കഴിവ് വേണ്ട. പക്ഷേ പ്രകൃതിയിൽ ഇല്ലാത്ത ഒരു സാധനത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതും അതിൻ്റെ ബന്ധം കണ്ടെത്താൻ അതിന് നമുക്കായിട്ട് ഒരു ശേഷി ഉണ്ടാവണം. നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു കഴിവ് ഉണ്ടായിരിക്കണം. അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. അനുഭൂതി, സ്വയം നമുക്ക് അനുഭവമാവുന്ന, ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. അതാണ് പറയുന്നത്, മാതൃഭാഷയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവ് സ്വന്തം ഭാഷയിൽ നിന്ന്, നമുക്ക് മറ്റൊരു ലാംഗ്വേജിൽ നിന്ന് കിട്ടുന്ന അറിവിനേക്കാൾ നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ, അനുഭവിക്കുന്ന തരത്തിലുള്ള അറിവ് അത് നമ്മുടെ സ്വന്തം ഭാഷയിൽ നിന്നാണ് ലഭിക്കുക. ഏറ്റവും കൂടുതൽ നമുക്ക് എഫക്റ്റീവായിട്ട് നമ്മളിലേക്ക് എത്തുക അനുഭൂതിയുടെ തലത്തിലുള്ള അറിവാണ്. ആ അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. മറ്റ് ശാസ്ത്രങ്ങൾ ഉള്ളതിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ സാഹിത്യം ഇല്ലാത്തതിനെയും മനസ്സിൽ കാണാൻ പഠിപ്പിക്കുന്നു. ശാസ്ത്രങ്ങൾ സത്യമാണ് പറയുന്നത്, അത് ഉള്ളതാണ്, അതിന് തെളിവുകളുണ്ട്. പക്ഷേ സാഹിത്യം എന്താ പറയുന്നത്? ഇല്ലാത്തതിനെ കുറിച്ച് പറയുന്നു, ഇല്ലാത്തതിനെ മനസ്സിൽ കാണാൻ പഠിപ്പിക്കുന്നു. പുരാണങ്ങളിലുള്ള പല കഥകൾ, ഗ്രീക്ക് പുരാണങ്ങൾ, ഇതിലുള്ള കഥകളെല്ലാം അത് നടന്നതൊന്നുമല്ല എങ്കിൽ കൂടി നമ്മളെ ആ കഥകൾ കേൾക്കുമ്പോൾ, അത് അറിയുമ്പോൾ നമ്മൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ, ഭാവനയിൽ കാണാൻ നാം പഠിക്കുന്നു. ശാസ്ത്രം ഉള്ളതിനെ കുറിച്ച് പറയുമ്പോൾ സാഹിത്യം ഇല്ലാത്തതിനെ കുറിച്ചാണ് പറയുന്നത്. മാതൃഭാഷ അനേകം ഭാവനാ ബന്ധങ്ങളിലൂടെ നമ്മെ ചേർത്ത് പിടിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭൂതി തരുന്നത്, അനുഭവത്തിലൂടെയുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്ന് ഇവിടെ എഴുത്തുകാരൻ നമ്മോട് പറഞ്ഞു. അപ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമുക്ക് ഈ അനുഭവങ്ങൾ ഏറ്റവും ആസ്വാദ്യമാകുന്ന രീതിയിൽ ആ അറിവുകളെ നമ്മളിലേക്ക് എത്തിക്കാൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത് മാതൃഭാഷയാണ് എന്നാണ് ലേഖകൻ ഈ ലേഖനത്തിലൂടെ പറയുന്നത്. കൂട്ടുകാർക്ക് പാഠം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ പാഠം നന്നായിട്ട് വായിക്കണം. പാഠം നന്നായി വായിച്ചതിന് ശേഷം ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ കൊടുക്കുക, അത് നോക്കുക കേട്ടോ. താങ്ക്
നന്ദി.